കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് യൂറി ഗഗാറിനും കൂട്ടരും ഒത്തുചേർന്നു. ഗഗാറിൻ എന്ന പേരുള്ള മലയാളികളുടെ കൂട്ടായ്മയാണ് വ്യത്യസ്തമായത്. റഷ്യൻ ഓണറി കോൺസുലേറ്റ് ആണ് പരിപാടി സംഘടിപ്പിച്ചത്. യൂറി ഗഗാറിന്റെ ബഹിരാകാശ യാത്രയുടെ 65ാം വാർഷികത്തിന്റെ ഭാഗമായായിരുന്നു പരിപാടി. പലതരം ഒത്തുചേരലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വിചിത്രമായി ഇന്നലെ ഒരു ഒത്തുചേരലിന് ഈ റഷ്യൻ കോൺസുലേറ്റ് സാക്ഷിയായിട്ടുണ്ടായിരുന്നു. ഗഗാറിൻ എന്ന പേരുള്ള മലയാളികളുടെ കൂട്ടായ്മയായിരുന്നു അത്. അതിൽ ഗഗാറിൻ ബാബു മുതൽ യൂറി ഗഗാറിൻ വരെയുള്ളവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ ആദ്യ ബഹിരാകാശ സഞ്ചാരം നടത്തിയതിൻ്റെ 65ാം വാർഷികാഘോഷത്തിൻ്റെതായിരുന്നു വേദി. ഇവിടേക്കാണ് ഗഗാറിൻ എന്ന പേരുള്ള മലയാളികളെ എത്തിച്ച് ആദരിക്കാൻ കേരളത്തിലെ റഷ്യയുടെ ഓണററി കോൺസുലേറ്റ് തീരുമാനിച്ചത്. എറണാകുളം സ്വദേശികളായ 65-കാരനായ ഗഗാറിൻ, 62-കാരനായ പി ഗഗാറിൻ, 65-കാരനായ ഗഗാറിൻ ബാബു, പുനലൂർ സ്വദേശി 64-കാരനായ ഗഗാറിൻ കുമാർ, കണ്ണൂർ സ്വദേശി 64-കാരനായ യൂറി ഗഗാറിൻ എന്നിവരാണ് കൂട്ടായ്മയിൽ പങ്കെടുത്തത്. ഇത്രയും മനോഹരമായ പേര് പലരും വ്യക്തമായി ഉച്ചരിക്കുന്നില്ലെന്നും ഗംഗാധരൻ എന്നാണ് പലരും തങ്ങളെ വിളിക്കുന്നത് എന്നുമാണ് ഇതിൽ ചിലരുടെ പരാതി. എന്നാൽ തങ്ങളുടെ പേര് എവിടെ പറഞ്ഞാലും അവർ പേരിന് പിന്നിലെ കഥ കൗതുകത്തോടെ കേട്ടിരിക്കുമെന്നാണ് ചിലർ പറയുന്നത്. യൂറി ഗഗാറിൻ്റെ ആദ്യത്തെ സ്പേസ് എക്സ്പെഡിഷൻ, അതായത് ആദ്യമായി മനുഷ്യൻ ബഹിരാകാശത്തെത്തിയതിൻ്റെ 65ാം വാർഷികം, അത് റഷ്യക്കാരനായ യൂറി ഗഗാറിനായിരുന്നു. അപ്പോൾ അതിൻ്റെ 65ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ പരിപാടികളാണ് റഷ്യയുടെ ഓണറി കോൺസുലേറ്റും ഇൻ്റർനാഷണൽ റൂസോഫിൽ ഫൗണ്ടേഷനും ആഘോഷിക്കുന്നത്. കേരളത്തിൽ ഗഗാറിൻ എന്ന പേരുള്ള ആൾക്കാരുടെ ഒരു സംഗമം. എന്നാൽ ഏറെ അഭിമാനത്തോടെയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഗഗാറിൻ എന്ന പേര് മറ്റുള്ളവരോട് പറയുന്നതെന്നാണ് ബന്ധുക്കളുടെ പക്ഷം. തീർച്ചയായിട്ടും പലരും പ്രൊനൗൺസ് ചെയ്യുന്ന അത് ഗംഗാധരൻ എന്നൊക്കെയാണ്. ഗഗാറിൻ എന്ന് ആരും പ്യൂർലി ആയിട്ട് വിളിക്കാറില്ല. പല സ്ഥലങ്ങളിലും അത് തന്നെ സംഭവിക്കണം. അവരത് വായിക്കുമ്പോഴത്തേക്കും ഗംഗാധരൻ ഗംഗാധരൻ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും അതല്ല, തെറ്റാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി പേരെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ കഥകൾ മുഴുവൻ കേൾക്കുമ്പോൾ അവിടെ ഇരുത്തി നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരും. സാധാരണ ഉള്ള കേൾക്കാൻ ചെയ്യും. നമുക്ക് പേരുകൊണ്ട് അങ്ങനെ എവിടെ നമുക്ക് ഒരു പ്രാവശ്യം ഒരാളോട് പറഞ്ഞാൽ മറക്കില്ല ഒരിക്കലും. എല്ലാവരും ചോദിക്കാറുണ്ട്, കേൾക്കുന്നവർ. പക്ഷെ ഞങ്ങൾ ഇദ്ദേഹത്തെ യൂറി ഗഗാറിൻ എന്നല്ല എല്ലാവരും വിളിക്കുന്നത് പൊന്നിച്ച എന്നാണ്. അതാണ് പെറ്റ് നെയിം. ഞാനൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പേരാണെന്ന് അറിഞ്ഞത് തന്നെ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും വലിയ അഭിമാനത്തോടുകൂടി പറയുന്നു എൻ്റെ മാമൻ്റെ പേര് യൂറി ഗഗാറിൻ എന്നാണെന്ന്. റഷ്യൻ ഓണററി കോൺസുലേറ്റും ഇന്റർനാഷണൽ റൂസോഫിൽ മൂവ്മെന്റും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി ഇതിനൊപ്പം വാൻഡ്രോസ് ജംഗ്ഷനിലെ ഗഗാറിന്റെ അർദ്ധകായ പ്രതിമയിൽ പുഷ്പാർച്ചനയും കൂടാതെ സെമിനാർ, എക്സിബിഷൻ, വിദ്യാർത്ഥികൾക്കായുള്ള മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.